إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള ശ്രദ്ധ എന്നെന്നും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ ഇന്ന് 6-ആണ്. നമ്മൾ റമദാന് മുമ്പ് കഴിഞ്ഞ ഖുതുബ ഇവിടുന്ന് ശ്രമിച്ചു. അന്ന് നമ്മൾ നോമ്പുകാരായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ റമദാൻ 6-ലെത്തി. അതിന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുക ഫിത്തറിൻ്റെ അരി കൊടുക്കണം, ഈദ്ഗാഹ്, പെരുന്നാൾ നിസ്കാരം, ചർച്ചകൾ അങ്ങനെയായിരിക്കും. ഇത്ര പെട്ടെന്നാണ് ചിലപ്പോൾ റമദാൻ നമ്മളിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടാകുക. അപ്പോൾ നമ്മുടെ പാപങ്ങളും മറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്തയും വിചാരവും അതുണ്ടാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ആത്യന്തികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഏത് കർമ്മങ്ങളും സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ചുള്ള വിശ്വാസം, പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസം, അതൊക്കെ നേരാവണ്ണം ശരിയായിരിക്കണം. നമുക്കറിയാം, നമ്മളൊക്കെ മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് കീഴിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണ്. നമ്മളിൽ ആരെങ്കിലും ഏതെങ്കിലും 1-2 വ്യക്തികൾ ഉണ്ടാവും ഇസ്ലാമിനെ പഠിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവർ. മറിച്ച് പരമ്പരാഗതമായി തലമുറകളായി ഈ മതത്തെ എങ്ങനെയാണോ നമ്മൾ നമ്മൾ ആയിത്തീർന്നത്, ആ രൂപത്തിലായിത്തീർന്നതാണ്. മഹാഭൂരിപക്ഷം മറ്റു മതക്കാർ എങ്ങനെയായി അവരായതുപോലെ നമ്മളും ഇങ്ങനെയായി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള അവൻ്റെതായ ആരാധനകൾ, അതിൻ്റെയൊക്കെ മഖ്സദ് എന്താണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യങ്ങൾ? ഇപ്പൊ നമ്മെ സൃഷ്ടിച്ചതിൻ്റെ അല്ലാഹുവിൻ്റെ ലക്ഷ്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള മഖ്സദ്, അവൻ്റെ ഉദ്ദേശം, അവൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സകല പ്രവാചകന്മാരും വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഓരോ ഉമ്മത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അൻ യഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അത് പറയാൻ വേണ്ടിയിട്ടാണ്. വജ്തനിബുത് താഗൂത്ത്, ഒപ്പം താഗൂത്തുകളെ വെടിയാൻ. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പുറമെ ആരാധനകൾ അർപ്പിക്കുന്ന എന്തൊക്കെയുണ്ടോ സകലതിനെയും, അത് ചിലപ്പോൾ അഭിഷേകം ചെയ്യുന്ന പാലാവാം, ഉടക്കുന്ന തേങ്ങാവാം, കണിക്ക വെക്കുന്ന പുഷ്പമോ ചക്രമോ എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ അൾത്താരകളോ മണ്ഡപങ്ങളോ സ്തൂപങ്ങളോ കോവിലുകളോ പ്രതിമകളോ രൂപങ്ങളോ ചിത്രപ്പണികളോ
മരങ്ങളോ മൃഗങ്ങളോ നക്ഷത്രാദികളോ അല്ലെങ്കിൽ ദർഗകൾ, ജാറങ്ങൾ, മക്കാമുകൾ, ചർച്ചകൾ എന്തെങ്കിലും ആവാം. അപ്പൊ അതിനെയൊക്കെയും വർജിക്കാൻ വേണ്ടി വജിത്തനിബുദ്ധാഗോത്ത് പ്രവാചകന്മാർ അതിനു വേണ്ടി വന്നെന്ന. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു ഇടയ്ക്കിടെ വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന അല്ലാഹു സുബ്ഹാനഹു വിധിച്ചിരിക്കുന്ന നിന്റെ റബ്ബ് വിധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ താങ്കളുടെ റബ്ബ് വിധിച്ചിട്ടുണ്ട് അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു അവനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പാടുന്നതല്ല. സൂറത്ത് ഇസ്രായേലിൽ 18 മസലകൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെടുത്ത് അവിടെ ആദ്യമായി കൊണ്ടുവരുന്ന രീതിയാണിത്. വഖളാ റബ്ബുക നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു അവനെ അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പാടുന്നതല്ല. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ സൂറത്ത് നിസായിൽ 10 അവകാശങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം കൊണ്ടുവരുന്നത് വഅബ്ദുല്ലാഹ അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികു ബിഹി ഷൈഅ അവന്റെ കൂടെ ഒന്നിനും പങ്കു ചേർക്കാൻ വേണ്ടി പാടുന്നില്ല. അതുപോലെ തന്നെ സൂറത്ത് അനാമിൽ 10 മസലകൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി എണ്ണുന്നത് എന്തറിയോ? ഖുൽ തആലൗ നബിയെ പറയുക വാ അത്ലു മാ ഹറമ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം, ഊതിത്തരാം. ഒന്നെന്താ? അല്ലാ തുശ്രികു ബിഹി ഷൈഅ അള്ളാഹുവിൽ ഒരു തരത്തിലും പങ്കു ചേർക്കാൻ വേണ്ടി പാടുന്നില്ല. സഹോദരന്മാർ എത്ര ആയാത്തുകളാണ്. ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറയാണ്, യാ മുആദ്, ഏ മുആദ്, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ് അള്ളാഹുവിന്റെ മേൽ അടിമകൾക്കുള്ള ബാധ്യത നിർബന്ധമായ സംഗതി എന്താണെന്നറിയാമോ? അള്ളാഹുവിന്റെ മേൽ അടിമകൾക്കുള്ള നിർബന്ധമായ സംഗതി, അടിമകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അവകാശം അതെന്താണെന്നറിയാമോ? തിരിച്ചും മറിച്ചും ചോദിക്കാൻ. ഇപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികൾ അവന്റെ മേൽ ആ സൃഷ്ടികൾക്ക് നിർബന്ധമായ സംഗതി, അതുപോലെ തന്നെ സൃഷ്ടികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അവകാശപ്പെട്ട സംഗതി അതെന്താണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അല്ലാഹു റസൂലു അഅലം അള്ളാഹും റസൂലുമാണ് അറിയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅ്ബുദൂ വലാ യുശ്രികു ബിഹി ഷൈഅ അതെ, അടിമകളുടെ മേൽ അള്ളാഹുവിന്റെ അവകാശം എന്ന് പറയുന്നത് അവരെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്, അവന്റെ കൂടെ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ അടിമകൾക്ക് അള്ളാഹുവിനുള്ള അവകാശമോ? അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാർ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ട ഒരു മതദർശനത്തിന്റെ വക്താക്കളാണ് നമ്മൾ സഹോദരന്മാർ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അംർ ചോദിക്കുന്നൊരു കാര്യം റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, അന്നാസബിന്റെ വായിലി നസറ ഫിൽ ജാഹിലത്തി അൻ യൻഹറ മിയത ബുദന ആസിബിന്റെ വായിലി എന്ന് പറയുന്ന വ്യക്തി 100 ഒട്ടകങ്ങളെ നേർച്ചയാക്കിയിട്ട് ജാഹിലത്തിൽ അർത്തിരുന്നു. വാന്ന ഇശാബിൻ ആസ് നഹറ ഹിസ്സത്തു 50 ബുദന അദ്ദേഹം 50 ഒട്ടകങ്ങളെ നേർച്ചയാക്കിയിട്ട് അർത്തിരുന്നു, പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇത് എന്തെങ്കിലും അവർക്ക് ഉപകാരപ്പെടുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ അബൂക ഫലം കാന അഖറ ബിത്തൗഹീദ് താങ്കളുടെ പിതാവ് തൗഹീദ് അംഗീകരിച്ച വ്യക്തിയാണെങ്കിൽ ഫസുംത അങ്ങനെ നോമ്പ് നോറ്റു, താങ്കൾ നോമ്പ് നോറ്റു താങ്കളുടെ പിതാവിന് വേണ്ടിയിട്ട്. ഫസദ്ദഖത് താങ്കള് അതിനു വേണ്ടിയിട്ട് എന്താക്കി? അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടിയിട്ട് ദാനധർമ്മം ചെയ്തു. പക്ഷെ പിതാവ് എന്താണ്? തൗഹീദ് അംഗീകരിച്ച വ്യക്തിയാണ്. താങ്കൾ അങ്ങനെ പിതാവിന് വേണ്ടി ദാനധർമ്മം ചെയ്തു. അൻഹു നഫഉ ദാലിക എങ്കിൽ ഉപകാരപ്പെടും. ഇപ്പൊ നമ്മുടെ പിതാക്കന്മാർ ഒരു തൗഹീദും ഇല്ലാത്ത ആളാണെന്ന് കരുതിക്കോ, നമ്മൾ പിതാവിന് വേണ്ടി ധാരാളം ധർമ്മങ്ങൾ ചെയ്തു, ധാരാളം ഇബാദത്തുകൾ ചെയ്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു, നോമ്പ് നോറ്റു, ഒരു തരത്തിലും ഉപകാരപ്പെടുകയില്ല. എന്നാൽ പിതാവ് തൗഹീദ് അധിഷ്ഠിതമായി ജീവിച്ച അംഗീകരിച്ച വ്യക്തിയാണെങ്കിൽ താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി നോമ്പ് നോറ്റാൽ, താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി സദഖ ചെയ്താൽ അത് ഉപകാരപ്പെടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ, എന്താണ് തൗഹീദ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായ വിഷയം നമുക്കുണ്ടായിരിക്കണമെന്നാണ്. അതുകൊണ്ടാണല്ലോ റമദാനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്നിടത്ത്
ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹു അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. റമളാൻ മാസത്തെ പറ്റി പറയുകയാണ്. ഖുർആനിലെ റമളാൻ, ഷഹ്റു റമളാൻ ഉപയോഗിച്ചത് ഇവിടെ മാത്രമാണ്. റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. അത് ജനങ്ങൾക്ക് വ്യക്തമായ തെളിവാണ്, സന്മാർഗദർശനമാണ്, സത്യാസത്യ വിവേചനമാണ്. അതുപോലെ തന്നെ ആരെങ്കിലും രോഗികളാകുകയോ യാത്രക്കാരോ ആകുകയോ ചെയ്താൽ അവർ മറ്റൊരു ദിവസം നോമ്പ് നിൽക്കട്ടെ. നേരെ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞു, ഇനി അതിന് സാധിക്കാത്തവർ അവർ മിസ്കീനുകൾക്ക് ഫിദിയ കൊടുക്കട്ടെ. പക്ഷെ ഏറ്റവും ഉത്തമം അവർക്ക് നോമ്പ് നിൽക്കലാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടുവിൽ കൊണ്ടുവരുന്നൊരു ആയത്തുണ്ട്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷദൂൻ. ഏ പ്രവാചകരെ, എന്നെപ്പറ്റി എൻ്റെ അടിമ താങ്കളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, അന്നി ഫഇന്നി ഖരീബ്, ഞാൻ വളരെ സമീപത്ത് തന്നെയുണ്ട്, ഞാൻ വളരെ അടുത്ത് തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവാണ്. എന്നാൽ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. ചോദിക്കുന്നവൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് നാം ഉത്തരം നൽകും. പക്ഷെ ഒരു കണ്ടീഷൻ, ഫൽയസ്തജീബു ലി, എന്റെ ആഹ്വാനം അവർ സ്വീകരിച്ചു കൊള്ളട്ടെ. വൽയുമിനു ബി, എന്നെക്കൊള്ളേ അവർ ഈമാൻ കൊണ്ടവരായി തീരട്ടെ, എന്നെക്കൊള്ളവർ യഥാർത്ഥ വിശ്വാസികളായി തീരട്ടെ. ലഅല്ലഹും യർഷദൂൻ, അവർ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി, അവർ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി. സഹോദരന്മാരെ, റമളാനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്ന സംഗതി എന്താണ്? അത് ഈമാനാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സാമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ സബ്ബി. ഒരാൾ ഈമാനോടുകൂടി പ്രതിഫലിച്ചോടുകൂടി നോമ്പ് നോറ്റു. എങ്ങനെ നോമ്പ് നോറ്റുന്നല്ല, ഈമാനോടുകൂടി നോമ്പ് നോറ്റു, പ്രതിഫലിച്ചോടുകൂടി നോമ്പ് നോറ്റു എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ സബ്ബി, അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. രാത്രി നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ അതേ ഹദീസിൽ പറയാം, മൻ ഖാമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ സബ്ബി. ഒരാൾ ഈമാനോട് കൂടി പ്രതിഫലിച്ചോട് കൂടി രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും അവർക്ക് പുറത്തു കൊടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ ഉണ്ടായിരിക്കണം. ഗൗരവമായ രീതിയിലല്ലാതെ ഒരു യാന്ത്രികമായൊരു നോമ്പ്. അത്താഴം കഴിച്ചു, 10 മണി വരെ ഉറങ്ങി, ഒന്ന് പത്രമൊക്കെ വായിച്ചു, ലോഹറിന്റെ പള്ളിയിൽ വന്നു, അവിടുത്തെ കുറച്ച് സമയം ഖുർആൻ അങ്ങനെ പാരായണം ചെയ്തു, അവിടെ കിടന്നുറങ്ങി, അസറിന് എണീറ്റു, വീണ്ടും നിസ്കരിച്ചു, അങ്ങാടിയിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അത്താഴത്തിനാകട്ടെ നോമ്പ് തുറക്കാകട്ടെ വിഭവസമൃദ്ധമായ സദ്യകളൊക്കെ കഴിച്ചു, എന്നിട്ട് ഏമ്പക്കൊക്കെ ഉണ്ടാക്കി പള്ളിയിൽ വന്ന് രാത്രിയിൽ അങ്ങനെ ചടഞ്ഞ് ഒരു ഉറക്ക് തൂക്കുന്ന രീതിയിൽ വീണ്ടും നിസ്കരിക്കാം. നിസ്കാരം അങ്ങനെ തുടർത്തുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നോമ്പ് യാന്ത്രികമായ ഒരു ട്രാക്കിലൂടെ വെറും ഒരു കേവലം യാന്ത്രികമായിട്ട് പോകുക. ആത്മാർത്ഥമായ ദിക്റുകളോ ദുആകളോ ഒന്നിനും സമയമില്ല. മറ്റുള്ള അദ്ദേഹം അനുഷ്ഠിച്ച് വരുന്ന വേറെ എന്തെങ്കിലും രീതിയുള്ള കാര്യങ്ങൾ അതൊന്നും തന്നെ ഒഴിവാക്കിയിട്ടില്ല. ടെലിഫോണിന്റെ ഉപയോഗം ഇഷ്ടംപോലെയുണ്ട്. ഒരുപാട് സമയം മൊബൈൽ നോക്കിയിട്ട് സമയം കഴിയുന്നുണ്ട്. ഖുർആൻ പാരായണത്തിനും ഒന്നിനും ഒരു സമയമില്ല. ഒരു 15 മിനിറ്റെങ്കിലും സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനോട് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയാൻ നമുക്കാവേണ്ടതുണ്ട്. പ്രത്യേകമായി ഇസ്തിഗ്ഫാറിനെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേവലമായൊരു നോമ്പ് എന്നല്ല, അതുകൊണ്ട് തന്നെ ഈമാനോടുകൂടിയുള്ളൊരു നോമ്പ്, പ്രതിഫലിച്ചോടുകൂടിയുള്ളൊരു നോമ്പ്. പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിയീൻ. അവർ നന്മകൾ മുന്നെടുത്തവരാണ്. ആരാണ്? പ്രവാചകന്മാർ. നന്മകൾ എമ്പാട് ചെയ്യുന്നവരാണ്. പക്ഷേ യദ്ഊനനാ റഗബൻ വറഹബ,
അവർ നമ്മോട് പ്രാർത്ഥിക്കുന്നവരാണ്, ആശിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും. പ്രവാചകന്മാരെ പറ്റി പറയുക, അവർ നന്മകളിൽ മുന്നേറുന്നവരാണ്, ആശിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും നമ്മോട് പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആയെ പറ്റി പറഞ്ഞപ്പോ ഖുദൂ റബ്ബക്കും തദറുൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ റബ്ബിനോട് ദുആയിരിക്കണം. എങ്ങനെ ദുആയിരിക്കണം? ഭയന്നുകൊണ്ടും ആശിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ദുആയിരിക്കണം. ഇപ്പൊ രാത്രി നിസ്കാരക്കാരെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദഊന റബ്ബഹും ഖൗഫൻ വതമാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. രാത്രിയിൽ നിസ്കരിക്കുന്ന ആൾക്കാർ അവരുടെ പാർശ്വസ്ഥാനങ്ങൾ വിട്ട് എഴുന്നേൽക്കുന്നവരാണ്. എങ്ങനെ? അള്ളാഹുവിനെ കൊള്ളെ ഭയന്നുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ആശിച്ചുകൊണ്ടും ദ്വായിരിക്കുന്നവരായ നിലയിൽ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, കേവലം ഒരു യാന്ത്രികമായ നോമ്പ് എന്നല്ല, അതിന്റെ ഗൗരവം നമ്മൾക്കുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു അടിമ നോമ്പ് നിൽക്കുന്നില്ല, ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹുഹു അനിൻ നാരി 70 ഖരീഫ. അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖം നരകത്തിൽ നിന്ന് 70 വസന്തം അകറ്റിക്കൊണ്ടല്ലാതെ എന്നാണ്. അപ്പോൾ ഈമാൻ അത് ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ പ്രതിഫലേച്ഛ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു നോമ്പ് നമ്മൾ നോറ്റ് വിട്ടേണ്ടതുണ്ട്. ഒപ്പം നമ്മൾ ഈ നോമ്പ് കഴിഞ്ഞ ഖുതുബ സൂചിപ്പിച്ചതുപോലെ അതൊരു കഫാറത്തായിട്ട് ഏറ്റെടുക്കണം. നമുക്ക് ഒരുപാട് പാപങ്ങൾ ചെയ്തവരായിരിക്കും സഹോദരന്മാർ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നാക്ക് കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ വിശ്വാസങ്ങൾ കൊണ്ടും പല രൂപത്തിലുള്ള തെറ്റുകളിൽ മുങ്ങി കുളിച്ചവരായിരിക്കും ചിലപ്പോൾ നമ്മൾ. ആ തെറ്റിൽ നിന്നൊരു മുക്തി നമ്മൾ ഉണ്ടായിരിക്കണം. കളവ് പറയാത്തൊരു സ്വഭാവത്തിൽ നിന്നുള്ള ഒരു ചിന്ത, ഒരു വിചിന്തനം നമുക്കുണ്ടായിരിക്കണം. ഭാര്യമാരുള്ള സ്വഭാവം നന്നാക്കിയെടുക്കണം. ഭർത്താക്കന്മാരുള്ള പെരുമാറ്റ മര്യാദകൾ അത് നന്നാക്കിയെടുക്കണം. മറ്റുള്ളവരുടെ ഇടപാടുകൾ, അതുപോലെ തന്നെ പെരുമാറ്റങ്ങൾ, ക്രയവിക്രയങ്ങൾ, ആ രൂപത്തിലൊക്കെ ഒരു ശുദ്ധമായൊരു നിലപാട് പുലർത്തുന്നവരായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, അതെ കാനെ യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമഅത്തു ലാ ജുമഅ വറമളാനു ലാ റമളാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദ്ജിതനബിൽ കബായിർ. ഒരു റമളാൻ മുതൽ മറ്റൊരു റമളാൻ, 5 നേരെയുള്ള നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഒരു ജുമ മുതൽ മറ്റൊരു ജുമ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രായശ്ചിത്തത്തിന് ഹേതുവാണ്. പാപങ്ങൾ പൊറുക്കപ്പെടാൻ അതൊക്കെ ഒരു കാരണമായി തീരുന്നു എന്നാണ്. സഹോദരന്മാരെ, പാപങ്ങൾ പൊറുക്കാതിരിക്കാനുള്ള മറ്റൊരു വലിയൊരു മേഖലയുണ്ട്. അതെന്താണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ചിലപ്പോൾ അച്ചക്ക ഉണ്ടാവും, നോമ്പൊക്കെ കൃത്യമായി നോമ്പ് നിൽക്കുന്നവരായിരിക്കും, തറാവീഹ് നിസ്കാരത്തിന് വളരെ കണിശത പുലർത്തുന്നവരായിരിക്കും, ജമാഅത്ത് 5 നേരം പള്ളിയിലൊക്കെ നമ്മൾ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള വളരെ കൃത്യമായ അവബോധം നമ്മൾ നടത്തേണ്ടതുണ്ട്. എത്ര വർഷമായി എൻ്റെ സഹോദരിയുമായി ഒരു മിണ്ടാട്ടമില്ല, എൻ്റെ അമ്മോഷങ്ങനെ കണ്ടാൽ ഞാനൊന്ന് ചിരിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല, എൻ്റെ അമ്മായിയായിട്ട് വർത്താനമില്ല, എൻ്റെ കാരണവരുടെ കുടുംബമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല, എൻ്റെ ഉപ്പാൻ്റെ പെങ്ങന്മാരുണ്ട്, അവർ വരുമ്പോൾ അങ്ങാടികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് മാളുകളിലോ ഞാൻ കണ്ടുപോയാൽ തന്നെ ഞാൻ മുഖം തിരിക്കാറാണ് പതിവ്. സഹോദരന്മാരെ, നമുക്ക് ഇബാദത്തിന് ഒരു കുറവുമില്ല. എവിടെയാണ് അള്ളാഹു എന്നുള്ള കഫാറത്ത് നാം പ്രതീക്ഷിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ സഹോദരിക്ക് നമ്മൾ പുറത്തു കൊടുക്കണം, നമ്മുടെ അളിയന് നമ്മൾ പുറത്തു കൊടുക്കണം, നമ്മുടെ അയൽവാസിക്ക് പുറത്തു കൊടുക്കണം, നമ്മുടെ ഏറ്റവും അടുത്ത കാരണവർക്ക് പുറത്തു കൊടുക്കണം. അല്ലാത്ത ജാടകങ്ങളും നാട്യങ്ങളുമാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നെങ്കിൽ സഹോദരന്മാരെ, പാപങ്ങൾ പൊറുക്കപ്പെടാത്ത രീതിയിൽ നമ്മിൽ നിന്ന് നോമ്പ് കഴിഞ്ഞു പോകുമെന്നുള്ള കൃത്യമായ ഭയം നമ്മൾ വെച്ച് പുലർത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുന്നുണ്ട്, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബ്, ആരുടെ ഹൃദയമാണോ വെടിപ്പും വൃത്തിയും ഉള്ളതായിത്തീരുന്നത്, സദൂഖിൽ ലിസാൻ, ആരുടെ നാവാണോ നേരുച്ചരിക്കുന്നത്, അവനാണ് നല്ലവൻ. അപ്പൊ സഹാബികൾ ചോദിച്ചു, സദൂഖിൽ ലിസാൻ നഅരിഫു, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരുടെ നാവാണ് നേരുച്ചരിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഫമാ മഖ്മൂമുൽ ഖൽബ്,
എന്നാൽ ഹൃദയം വെടിപ്പുള്ളതാകുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൃദയം എന്ന് പറഞ്ഞാൽ തെക്കുവയുള്ള ഹൃദയമാണ്, വൃത്തിയുള്ള ഹൃദയമാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹൃദയമാണ്. അങ്ങനെയുള്ളൊരു ഹൃദയം ലാ ഇസ്മ ഫീ, അതിൽ പാപങ്ങളില്ല, വലാ ബഗിയ, അതിൽ കുറ്റവാസനകളില്ല, വലാ ഗില്ല, അതിൽ പകയില്ല, വിദ്വേഷമില്ല, ഉൾപ്പകയില്ല, പ്രതികാരമില്ല, തീരാപ്പക, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വലാ ഹസദ, അവരിൽ അസൂയയില്ല. അങ്ങനെയുള്ള ഹൃദയമാണ് ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിന്റെ ഉടമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്. എല്ലാ വ്യാഴാഴ്ച രാവും തിങ്കളാഴ്ച രാവും ആകാശത്തിലെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈഅ. അള്ളാഹുവിന്റെ അടിമകളിൽ ഒരു തരത്തിലും പങ്കുചേർക്കാത്ത, നേരത്തെ പറഞ്ഞല്ലോ ഈമാൻ, ശരിയായ രൂപത്തിൽ ഈമാനുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ കാനത് ബൈനഹു വബൈന അഖീ ഷഹ്ന. എന്നാൽ തന്റെ സഹോദരനുമായി പകയുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കില്ല എന്നാണ്. എങ്ങനെ? ഈമാൻ ശരിയായവൻ, തൗഹീദ് ശരിയായവൻ, ശിർക്കില്ലാത്തവൻ, അവൻ അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷേ അങ്ങനെയുള്ളവനാണ് എങ്കിൽ പോലും അവൻ എന്തുണ്ട്? അവന് പകയുണ്ട്, വിദ്വേഷമുണ്ട്, ബന്ധവിച്ഛേദനമുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കില്ല. എന്താ? അവർ നല്ല രീതിയിലാകുന്നത് വരെ, പെങ്ങളുമായി മിണ്ടുന്നത് വരെ, സഹോദരനുമായി ലോക്യത്തിലാകുന്നത് വരെ, അനിയനുമായി വർത്താനത്തിലാകുന്നത് വരെ, ഭാര്യയുടെ അളിയനുമായി അവർ നല്ല രീതിയിലാകുന്നത് വരെ പുറത്തു കൊടുക്കൽ, അവിടെ നിൽക്ക്, അവിടെ നിർത്ത് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. സഹോദരന്മാരെ, ഒരു തരത്തിലും ബന്ധവിച്ഛേദനം നടത്താൻ നമുക്ക് അവകാശമില്ല. ലാ തഖാതഉ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ ബന്ധം മുറിക്കരുത് കേട്ടോ, നിങ്ങൾ ബന്ധം മുറിക്കരുത് കേട്ടോ. വലാ തദാബറു, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത് കേട്ടോ, വിദ്വേഷം വെച്ച് പുലർത്ത് കേട്ടോ. വലാ തബാഗളു, നിങ്ങൾ പരസ്പരം കോപിക്കരുത് കേട്ടോ, ദേഷ്യപ്പെടരുത് കേട്ടോ. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം കുശുമ്പ്, വിദ്വേഷം, അസൂയ വെച്ച് പുലർത്തുക കേട്ടോ. വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സഹോദരങ്ങളായി തീരുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സഹോദരങ്ങളായി തീരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബ്ലക്കും. അതെ, നിങ്ങളുടെ മുമ്പുള്ള സമൂഹങ്ങളെ ബാധിച്ച രോഗം അത് നിങ്ങളിലും ഇഴഞ്ഞെത്തിയിരിക്കുന്നു. വൽ ബഗ്ളാ, അതെന്താണ്? അത് വിദ്വേഷമാണ്, കോപമാണ്. ഹിയൽ ഹാലിക, അത് നശിപ്പിച്ചു കളയും, അത് മുണ്ടന ചെയ്ത് കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാൻ, അമാ ഇന്നി ല അഖൂലു തഹ്ലിക്കു ഷാർ, നിങ്ങളുടെ തല മുണ്ടനം ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, വലാകിൻ തഹ്ലിക്കു ദീൻ, നിങ്ങളുടെ ദീൻ അത് മുണ്ടനമാക്കി കഴിയും. നിങ്ങളെ ദീനുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ അടുത്തിൽ അത് പ്രയോജനം ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, റമളാൻ അത് കേവലം അനുഷ്ഠാന കർമ്മങ്ങളായി കൊണ്ട് നടക്കേണ്ടതല്ല. ഒന്ന്, ഈമാൻ ശരിയാക്കണം. രണ്ടാമത്, ആരുമായും വിദ്വേഷത്തിലും പകയിലും കുടിപ്പകയിലും ബന്ധവിച്ഛേദനത്തിലുമാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നതെങ്കിൽ ആ ബന്ധങ്ങളെ പുതുക്കുവാനും കയറിപ്പോയി സലാം ചൊല്ലുവാനും മാപ്പ് ചോദിക്കുവാനും മാപ്പ് കൊടുക്കുവാനും നമുക്ക് തയ്യാറായെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുകയുള്ളൂ എന്ന ആത്യന്തികമായ ചിന്ത വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ഒരു റമളാനാകട്ടെ ഈ റമളാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മെ ഏവരുമാക്കി തീർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മല്ലം യദൽ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വ ശറാബഹു. ഒരു മനുഷ്യൻ അവൻ്റെ അനാവശ്യ പ്രവർത്തനങ്ങളും അനാവശ്യമായ വാക്കുകളും ഒഴിവാക്കുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു നിർബന്ധവുമില്ല
അവൻ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്നത്. അള്ളാഹുവിന് ഒരു നിർബന്ധമില്ല നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാവശ്യമായ പ്രവർത്തനങ്ങളും അനാവശ്യമായ വാക്കുകളും നമ്മൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യാതൊരു നിർബന്ധമില്ല എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ, ഇവിടെ നാം മനഃപൂർവ്വമായി ഇടപെടണം. മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് സംസാരിച്ചാൽ 6 മിനിറ്റ് ആകുമ്പോഴേക്ക് ചിലപ്പോൾ വല്ലതും കടന്നു വരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഒരാൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, പരലോകത്തിൽ വിശ്വസിക്കുന്നു, ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ, നല്ലത് പറയട്ടെ. ഔ ലിയസ്മുത്, ഉപയോഗിച്ച പദാണ് ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. എന്താണ് ഈ സംത് എന്ന് പറഞ്ഞാൽ? മിണ്ടാതിരിക്കുക. ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക? സാമ യസൂമു സൗമൻ ഔ സിയാമൻ, എന്താണ് മിണ്ടാതിരിക്കുക എന്ന. സമത്ത എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അർത്ഥം മിണ്ടാതിരിക്കുക എന്ന. സലഫുകൾ പറയാറുണ്ട്, പൂർവികർ, ഞങ്ങൾ മിണ്ടാതിരിക്കുവാൻ പഠിച്ചിരുന്നു നിങ്ങൾ സംസാരിക്കാൻ പഠിച്ചതുപോലെ. നിങ്ങൾ സംസാരിക്കാൻ പഠിച്ചതുപോലെ നമ്മൾ മിണ്ടാതിരിക്കാൻ പഠിച്ചിരുന്നു. സെൽഫുകളെ വാക്തായി കാണാം. അതായത് നിശബ്ദത വർദ്ധിപ്പിക്കുന്നതിലൂടെ അന്തസ്സുണ്ടാകും. ഒരാൾ ചരവരാ സംസാരിക്കുന്ന ആളാണെങ്കിൽ അയാൾ സമൂഹം വിലയിരുത്തും. എന്നാൽ അയാൾ അത്യാവശ്യം മാത്രം സംസാരിക്കുന്നവരാണെങ്കിലോ അയാൾക്ക് അന്തസ്സുണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ സംസാരം പഠിക്കുന്നത് പോലെ മിണ്ടാതിരിക്കാനും പഠിക്കുക എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ കാണാം. അപ്പൊ സംത് സോമ എന്ന് പറഞ്ഞാൽ എന്താണ്? മിണ്ടാതിരിക്കുക എന്ന പദത്തിൽ നിന്നാണ് ആ വാക്ക് വന്നത്. ഇപ്പോ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞു, ഞാൻ എൻ്റെ പരമകാരുണ്യന് വേണ്ടി സോമിലാണ് എന്ന് പറഞ്ഞത് ഇത് മിണ്ടാതിരിക്കല. ഇന്നത്തെ ദിവസം മുതൽ ഞാൻ ഒരാളോട് സംസാരിക്കില്ല എന്ന് വെച്ചാൽ അനാവശ്യമായുള്ള സംസാരങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മുക്തരാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ഇന്ന ശറാഇൽ ഇസ്ലാമിക അത് കസറത്തു അലയ്യ, ഈ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ എന്നെ അധികരിപ്പിച്ചിരിക്കുന്നു, എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലാഹുവിന്റെ പ്രവാചകരെ. എന്തെങ്കിലും ലഘുവായ കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാനത് ഫോളോ ചെയ്യാം, ഞാനത് എപ്പോഴും അനുഷ്ഠിച്ചു കൊള്ളും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഇന്ന് നാവിങ്ങനെ നനച്ചുകൊണ്ടേയിരിക്കാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ സിക്ർ ചൊല്ലിക്കൊണ്ട് ആ നാവിനെ നനച്ചുകൊണ്ടേയിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്ന സഹോദരന്മാരെ, ഇങ്ങനെ എപ്പോഴും ഒരു ശ്രദ്ധ റമളാനിന്റെ ഓരോ മണിക്കൂറുകളും നമ്മൾ വെച്ച് പുലർത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം നമുക്കറിയാം, റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ, നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അൽ ഇംസാഖുൽ മുഫ്തിറാത്തി മഅ നിയ്യത്തി മിന തുലൂഇൽ ഫജ്രി ഇലൽ ഗുറൂബ്, നിയ്യത്തോടു കൂടി ഭക്ഷണപാനീയങ്ങൾക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ തൊട്ട് പിടിച്ചു നിർത്താം. നിയ്യത്തോടു കൂടി നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ പിടിച്ചു നിർത്തുക രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഫജ്ർ മുതൽ മഗ്രിബ് വരെ. ഇതാണ് നോമ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിയ്യത്തോടു കൂടി എന്ന് പറഞ്ഞാൽ നിയ്യത്ത് എന്താണ്? നിയ്യത്തിന്റെ മഹല്ല് എന്ന് പറയുന്നത് അത് ഹൃദയമാണ്. നമ്മളൊക്കെ പള്ളികളിലൊക്കെ പോയാൽ കാണാം, നിയ്യത്തൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക, എന്നിട്ട് ഏറ്റു ചൊല്ലാം. നിയ്യത്ത് എന്ന് പറയുമ്പോൾ നിയ്യത്താണ് ഇബാദത്തും ആദത്തും വേർപിരിക്കുന്നത്. ഇബാദത്തും നടപടിക്രമങ്ങളും നമ്മുടെ ആരാധനകളും സമ്പ്രദായങ്ങളും ആരാധനകളും വേർതിരിപ്പിക്കുന്നത് എന്താണ്? അത് നിയ്യത്താണ്. അതുകൊണ്ട് എല്ലാ അമലുകളും നിയ്യത്ത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പൊ നമ്മളറിയാം, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടെന്തായാലും കൂലി കിട്ടില്ല. പക്ഷെ അത് നോമ്പ് നോൽക്കുന്നുള്ള ഒരു നിയ്യത്ത് നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് കൂലി കിട്ടുന്നത്. ഇപ്പൊ ഇബാദത്തുകൾ, ഇപ്പൊ അറഫ നോമ്പ്, ആശുറ നോമ്പ്, ശവ്വാൽ നോമ്പ്, അതുപോലെ തന്നെ തിങ്കൾ വ്യാഴം നോമ്പ്, അയ്യാമുൽ ബീദിന്റെ 13, 14, 15 നോമ്പ്, ഈ നോമ്പ് റമളാൻ നോമ്പ് വേർതിരിക്കുന്നത് അത് മനസ്സിലെ നിയ്യത്താണ്. അതുപോലെ തന്നെ നിസ്കാരങ്ങൾ, ഇപ്പോൾ ഫജ്ർ നിസ്കാരം, ളുഹർ നിസ്കാരം, അസ്ർ, മഗ്രിബ്, ഇശാ, ളുഹാ നിസ്കാരം, റവാത്തിബ് നിസ്കാരം, അതുപോലെ തന്നെ തഹിയ്യത്ത് നിസ്കാരം, നിസ്കാരങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. റക്അത്തുകൾ ഏറ്റക്കുറിച്ചിൽ ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ വേർതിരിക്കുന്നത് എന്താണ്? ആ നിയ്യത്താണ്. അപ്പൊ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ്? അത് ചൊല്ലലാണോ? ചൊല്ലുന്ന ഒരു രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. എല്ലാ കർമ്മങ്ങൾക്കും നിയ്യത്തുണ്ട്. ഈ നിയ്യത്ത് കൊണ്ടാണ് ഈ കർമ്മങ്ങളെ വേർതിരിക്കുന്നത്, സമ്പ്രദായങ്ങളെ വേർതിരിക്കുന്നത്, ആചാരങ്ങളെ വേർതിരിക്കുന്നത്, അനുഷ്ഠാനങ്ങളെ വേർതിരിക്കുന്നത്. പക്ഷേ ഇന്ന കർമ്മത്തിന് ഒരു നിയ്യത്ത്, അത് ചൊല്ലിപ്പറയുക എന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കർമ്മത്തിനും പഠിപ്പിച്ചിട്ടില്ല.
നിയത്തിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് മഹത്തരമാണ്, സുന്ദരമാണ്. അതിൽ തന്നെ എല്ലാ വിശദീകരണങ്ങളുണ്ട്. എന്താ പറഞ്ഞറിയോ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ കർമ്മങ്ങൾക്കും നിയത്തുണ്ട്. വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ, ഓരോരുത്തർക്കും അവരവരെ ഉദ്ദേശിച്ചതാണ് ഉണ്ടാകുക. എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഖുതുബയിലൂടെ അതെനിക്കുണ്ടാവും. എന്താണോ ഒരു വ്യക്തി ഒരു കർമ്മം ചെയ്യുന്നത് ഒരാൾ ഉദ്ദേശിക്കുന്നത്, അതെന്താണോ അയാളുടെ ഉദ്ദേശം അത് അയാൾക്കനുസരിച്ച് ഉണ്ടാകും. ഓരോരുത്തർക്കും അവരവരുടെ ഉദ്ദേശം അനുസരിച്ചുണ്ടാകും. ഒരാൾ ഉംറക്ക് പോകുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും പോകുന്നു. എന്താണ് ആ മനുഷ്യന്റെ ഉദ്ദേശം? അതാണ് നിയത്ത്. അത് അയാൾക്ക് കർമ്മങ്ങൾ ഉണ്ടാവും. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതു ഇലല്ലാഹി വറസൂലിഹി. ഒരാൾ അള്ളാഹുവിലേക്ക് ഹിജ്റ പോയി, റസൂലിന് വേണ്ടി ഹിജ്റ പോയാൽ അവർക്ക് എന്തുണ്ട്? അവൻ പോയത് ആ ഹിജ്റയാണ്, അള്ളാഹുവിനും റസൂലിനും വേണ്ടിയിട്ടാണ്. അതല്ല, വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹാ ഔ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതു ഇലാ മാ ഹാജറ ഇലൈഹി. ഒരാൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ഉദ്ദേശിച്ചത് എന്താണ്? അവിടെ പോയിട്ട് പെണ്ണ് കെട്ടണം, അവിടെ പോയിട്ട് കച്ചവടം ചെയ്യണം, അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു പുതിയ ബിസിനസ്സിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ അൻസാരികളായ സ്ത്രീകളെ എൻ്റെ ജീവിത പങ്കാളിയായി കൊണ്ടുവരണം എന്ന ഏതെങ്കിലും ഒരു ഉദ്ദേശത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരാൾ ഹിജ്റ പോയെങ്കിൽ അയാൾക്ക് അതാ ഉണ്ടാകുക. അപ്പൊ എന്താണ് നിയ്യത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചു. അത് മനുഷ്യന്റെ ഉദ്ദേശമാണ്. ഇപ്പൊ റമദാനിൽ നോമ്പ് നിൽക്കുന്ന നമ്മൾ ഓരോ ദിവസവും അങ്ങനെ ഉദ്ദേശിക്കണമോ, അല്ലെങ്കിൽ റമദാന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഈ 30 നോമ്പ് നോൽക്കുമെന്ന ഉദ്ദേശം ഉണ്ടായാൽ മതിയോ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ളതാണ്. ഒരു കാര്യം പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പ്രഗൽഭനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തോട് ഇതേ സംബന്ധമായി ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം കൊടുത്ത ഉത്തരം എന്ന് പറയുന്നത്, കുല്ലു മൻ അലിമ അന്ന ഹാദാ മിൻ റമദാന വഹുവ യുരീദു സൗമഹു ഫഖദ് നവ സൗമഹു സവാഅൻ തലഫള ബിന്നിയതി ഔ ലം യതലഫൾ. നാളെ നോമ്പ് തന്നെയാണെന്ന് മനസ്സിലാക്കിയ ഏതൊരു വ്യക്തിയും നാളെ നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെന്തായി? അത് നിയത്തായി. നാളെ നോമ്പുണ്ട്, ഞാൻ നോമ്പ് നോക്കുകയും ചെയ്യില്ല. നാളെ ഇന്ന് ഭാര്യ കാണുന്നില്ലല്ലോ, അല്ലെ വേറെ എന്തെങ്കിലും ചിന്തയാണ് എനിക്കുണ്ടെങ്കിൽ എനിക്ക് നോമ്പ് നാളെ ഇല്ല, ഞാൻ നോറ്റാൽ തന്നെ അല്ല ഞാൻ നാളെ നോമ്പ് നോൽക്കും. അത് അള്ളാഹുവിന് വേണ്ടിയാണെന്നൊരു ചിന്ത ഒരു മനുഷ്യൻ ഈ നോമ്പ് മുഴുവനും ഉണ്ടെങ്കിൽ, 30നും അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് തന്നെ നിയത്തായി എന്ന് പ്രഗത്ഭരായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ പറഞ്ഞാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നിയത്ത് ചൊല്ലിപ്പറയുക എന്ന രീതി, അല്ലെങ്കിൽ പ്രത്യേകം ഒരാൾ ചൊല്ലിക്കൊടുക്കാതെ ഏറ്റുചൊല്ലുക എന്ന രീതി ഒരു കർമ്മത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അത് ദീനിൽ പിന്നീടുണ്ടായ സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, യഥാർത്ഥ രൂപത്തിൽ മതത്തെ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളുവാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ വിശ്വാസം ഈ പറഞ്ഞതുപോലെ നേരെ ചൊവ്വയാക്കുക. എല്ലാവിധ നിഫാക്കുകളിൽ നിന്നും കാപട്യങ്ങളിൽ നിന്നും മുക്തരായി ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണോ എന്ന് നമ്മൾ പഠിക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു പ്രയാസമില്ല. അത്രമാത്രം തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തൊരു കാര്യത്തിന് വല്ലാത്തൊരു സ്നേഹം കാണിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത കാര്യത്തിനോട് വിദൂരമായി മാറി നിൽക്കുക എന്നത് വിശ്വാസികളുടെ ഗുണമായി എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഈ റമദാൻ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോവുകയും അത് സ്വീകരിക്കപ്പെടുന്ന വിശ്വാസികളാക്കി നമ്മളേവരും നീ മാറ്റി തീർത്തണമേ. അല്ലാഹുവേ, റമദാൻ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുക്കാത്ത, അവൻ്റെ കോപിക്കുന്ന, അവൻ ദേഷ്യപ്പെടുന്ന വിഭാഗങ്ങളിൽ അല്ലാഹുവേ നമ്മളേവരും നീ ഉൾപ്പെടുത്തല്ലേ. അല്ലാഹുവേ, സകല മുസ്ലിങ്ങളുടെയും ഇബാദത്തുകൾ നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി നീ പരിവർത്തിക്കണമേ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരുന്ന, വേദന സംഹാരികളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ അല്ലാഹുവേ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചെടുക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും അപ്പോൾ ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.